നിങ്ങളുടെ അടുത്തതാണ് കൺസ്ട്രക്ഷൻ ഓഫ് ആൻ എലിപ്സ്. ഓക്കെ, അപ്പോൾ എലിപ്സ് വരയ്ക്കാൻ നമുക്ക് 3-4 മെത്തേഡുകളുണ്ട്. അതിൽ ആദ്യത്തെ മെത്തേഡാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസെൻട്രിസിറ്റി മെത്തേഡാണ് പറയുന്നത്. എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസ്റ്റൻസ് ഓഫ് ദ പോയിൻറ്റ് ഫ്രം ദ ഫോക്കസ്. അതായത് ഒരു പോയിൻ്റ് തന്നിട്ട് ആ പോയിൻ്റ് ഫോക്കസിൽ നിന്നുള്ള അകലം ഡിവൈഡഡ് ബൈ അതേ പോയിൻ്റ് തന്നെ ഡയറക്ട്രിക്സിൽ നിന്നുള്ള അകലം. ഇപ്പോൾ ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ വെർട്ടിക്കലായിട്ട് വരച്ചത്. പിന്നെ ഇത് നമ്മളുടെ ഫോക്കസ് വെർട്ടെക്സ് അതൊക്കെ എവിടെ വരിക, നമ്മൾ ആക്സിൽ ഹൊറിസോണ്ടലി വരയ്ക്കുന്ന ആക്സിസിൽ. അപ്പോൾ നമുക്കിതിപ്പോൾ ഈ പ്രോബ്ലം നോക്കാം. ഈ പ്രോബ്ലം വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്താണെന്നില്ല, കൺസ്ട്രക്ട് ആൻ എലിപ്സ് വെൻ ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഫോക്കസ് ഫ്രം ദ ഡയറക്ട്രിക്സ് ഈസ് 50 mm ആൻഡ് എസെൻട്രിസിറ്റി ഈസ് 2/3. ഓക്കെ, അപ്പോൾ ഇതിലെന്താ പറഞ്ഞിട്ടുള്ളത്, കൺസ്ട്രക്ട് ആൻ എലിപ്സ് വെൻ ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഫോക്കസ് ഫ്രം ദ ഡയറക്ട്രിക്സിൽ നിന്നുള്ള അകലം 50 mm ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ആദ്യം മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താ വരച്ചിട്ടുള്ളത്, ആദ്യം നമുക്ക് നമ്മളുടെ ഡയറക്ട്രിക്സ് മാർക്ക് ചെയ്യാം. ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കലായിട്ട് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, ഞാൻ ഡയറക്ട്രിക്സ് മാർക്ക് ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിൽ എന്താ നമ്മളുടെ ഹൊറിസോണ്ടലി ഉള്ളത് മാർക്ക് ചെയ്യും. അതിലാണ് നമ്മളുടെ വെർട്ടെക്സ് അതേപോലെ തന്നെ ഫോക്കസ് എല്ലാം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് പറയുക, ഡയറക്ട്രിക്സ് എന്ന് പറയുക. ഇതിനെ നമ്മൾ ഡയറക്ട്രിക്സ് എന്ന് പറയും. ഈ ഹൊറിസോണ്ടൽ ആക്സിസിൽ വെർട്ടെക്സും ഫോക്കസും വരും. അപ്പോൾ ഇതിലെന്താ കൺസ്ട്രക്ട് ആൻ എലിപ്സ് വെൻ ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഫോക്കസ് ഫ്രം ദ ഡയറക്ട്രിക്സ് ഈസ് 50 mm. അപ്പോൾ ഫോക്കസ് എന്ന് പറയുന്നത് ഡയറക്ട്രിക്സിൽ നിന്നും 50 mm അകലെയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫോക്കസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോക്കസ് ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, 50 mm ആൻഡ് എസെൻട്രിസിറ്റി, അതായത് എത്രയാണ്, ഈസ് ഈക്വൽ ടു 2/3 ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിൻ്റ് ഫ്രം ദ ഫോക്കസ്. അപ്പോൾ അതായത് ഇതാണ് നമ്മളുടെ ഫോക്കസ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫോക്കസ്. അപ്പോൾ ഓക്കെ, ഇനി ഡിസ്റ്റൻസ് ഓഫ് ദ പോയിൻ്റ് ഫ്രം ദ ഫോക്കസ്, ഒരു പോയിൻ്റ് ഉണ്ട്, ആ പോയിൻ്റ് ഫോക്കസിൽ നിന്നുള്ള അകലം 2 ആണ്. അതേപോലെ തന്നെ ആ പോയിൻ്റ് ഡയറക്ട്രിക്സിൽ നിന്നുള്ള അകലം എത്രയാണ്, 3 ആണ്. അപ്പോൾ ഈ കേസ് എടുക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. അങ്ങനെ നമുക്ക് പറയാം, ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 20/30 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 50 ആയില്ലേ. അപ്പോൾ ഇങ്ങനത്തെ 2-3 പ്രോബ്ലംസ് നമുക്ക് നോക്കാം. അതിൻ്റേത് എങ്ങനെ കൺവേർഷൻ എങ്ങനെയാണെന്നുള്ളത് പറയാം. ഇപ്പോൾ ഇതിപ്പോൾ ഒരു ഈസി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലെന്താ പറഞ്ഞിട്ടുള്ളത്, 2/3 ആണ്. അപ്പോൾ 20/30. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം, നമുക്കിവിടെ ഈ ഡയറക്ട്രിക്സ് ഫോക്കസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫോക്കസ് ഇവിടെ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ആ പോയിൻ്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിൻ്റ് ഫ്രം ദ ഫോക്കസ് എത്രയാണ്, ഫോക്കസിൽ നിന്ന് പോയിൻറ്റിലേക്കുള്ള ദൂരം 2. ഓക്കെ, 2 വി എന്ന് പറയുന്ന പോയിൻ്റ് ഞാൻ 2 മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ പിന്നെ അടുത്ത് ഡിസ്റ്റൻസ് ഓഫ് ദ പോയിൻ്റ് ഫ്രം ദ ഡയറക്ട്രിക്സ്, ഈ പോയിൻ്റ് ഫ്രം ദ ഡയറക്ട്രിക്സ് എത്രയാണ്, 3 mm. ഓക്കെ, 3 cm. അപ്പോൾ ഞാനത് ഇവിടെയായിട്ട് മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്കത് 2 ഇവിടെ കിട്ടി, ഏകദേശം ഇവിടെയായിട്ട് വരും 50. ഓക്കെ, അപ്പോൾ നമ്മൾ വി എന്ന് പറയുന്ന പോയിൻ്റ് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെർട്ടെക്സിൽ നിന്ന് ഫോക്കസിലേക്കുള്ള അകലം കോമ്പസിലെടുക്കുക. വെർട്ടെക്സിൽ നിന്ന് ഫോക്കസിലേക്കുള്ള അകലം കോമ്പസിലെടുത്തിട്ട് അത് റേഡിയസ് ആക്കി വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. ഓക്കെ, ഞാനൊരു ആർക്ക് വരച്ചു. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ പെർപെൻഡിക്കുലർ എടുക്കുക. അതായത് വെർട്ടെക്സിൽ നിന്ന് പോകുന്ന ലൈനിൻ്റെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അതിപ്പോൾ നമുക്കിപ്പോൾ മട്ടകോൺ വെച്ചിട്ട് വരയ്ക്കാം. നമ്മളെന്ത് ചെയ്യാം, ഇവിടെ മട്ടകോൺ വയ്ക്കുക. മട്ടകോൺ വെച്ചിട്ട് 90 ഡിഗ്രിയിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു പെർപെൻഡിക്കുലർ ലൈൻ കിട്ടും. ഞാൻ ആ പെർപെൻഡിക്കുലർ ലൈൻ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്തു. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിൻ്റ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ പോയിൻ്റ് നമുക്ക് O എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ പോയിൻറ്റും അതേപോലെ തന്നെ നമ്മളുടെ ആർക്ക് പെർപെൻഡിക്കുലറിൽ കട്ട് ചെയ്ത പോയിൻറ്റും, അത് രണ്ടും വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് നമ്മൾ ഒരു ഇൻക്ലൈൻ ലൈൻ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഒരു ഇൻക്ലൈൻ ലൈൻ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇൻക്ലൈൻ ലൈൻ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് നമ്മളുടെ എലിപ്സ് നിൽക്കുക ഇതിൻ്റെ ഉള്ളിലാണ് നിൽക്കുക, അത്രയും നമുക്കറിയുള്ളൂ. ഇനിയിപ്പോൾ അതിൻ്റെ പോയിൻറ്റ്സ് എങ്ങനെ എടുക്കേണ്ടതെന്ന് നമുക്കറിയണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഏതാ,
വി ആണ് നമ്മുടെ ആദ്യത്തെ പോയിൻ്റ് വെർട്ടെക്സ്. അപ്പോൾ നമ്മളുടെ എലിപ്സ് നമ്മൾ വരയ്ക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കോമ്പസ് എടുക്കുക. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരയ്ക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോമ്പസ് എടുത്തു. അപ്പോൾ നമ്മളിപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു പോയിൻ്റ്, വി എന്ന് പറയുന്ന പോയിൻ്റ്. ഞാനതിനെ വി എന്നുള്ളതിനെ ഞാനിവിടെ 1 എന്ന് മാർക്ക് ചെയ്യാണ് കേട്ടോ. അത് എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. 1 എന്ന് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഈ 1 എന്ന് മാർക്ക് ചെയ്യുന്നത് ഫോക്കസിൽ കുത്തുക. ഫോക്കസിലല്ല, നമ്മൾ ഈ 1 എന്ന് പറയുന്ന പോയിന്റിൽ കോമ്പസ് കുത്തിയിട്ട് ഈ ചെരിഞ്ഞ ലൈനിൽ കട്ട് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ അളവെടുക്കുക. ഓക്കെ, ഞാൻ അളവെടുത്തു 1, അതായത് വി എന്ന് പറയുന്ന സ്ഥലത്ത് അതിന് ഞാൻ 1 എന്ന് മാർക്ക് ചെയ്തു. അതിൽ കുത്തിയിട്ട് ഈ ചെരിഞ്ഞ ലൈനിൽ നമ്മൾ ആർക്ക് കട്ട് ചെയ്യുക, അതായത് 1ൻ്റെ ലൈൻ, ഇതിപ്പോൾ 1ൻ്റെ ലൈനാണ്. ഈ 1ൻ്റെ ലൈൻ ചെരിഞ്ഞ ഇൻക്ലൈൻ ലൈനിൽ എവിടെയാണോ മുട്ടുന്നത് അവിടെ ഞാൻ ആ മെഷർമെൻ്റ് എടുത്തിട്ട് ഞാൻ തിരിച്ച് ഫോക്കസിൽ കൊണ്ടുവന്നിട്ട് മാർക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടുന്ന പോയിൻ്റ് സെയിം ഈ പോയിൻ്റ് തന്നെയാണ്, ഫോക്കസ് തന്നെയാണ് കിട്ടിയത് അല്ലേ. ഈ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്ത പോയിൻ്റ് തന്നെയാണ് കിട്ടിയത്. ഇനി സിമിലർലി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 1 എന്ന് മാർക്ക് ചെയ്തില്ല, അതേപോലെ ഞാൻ കുറച്ച് പോയിൻറ്റ്സ് റാൻഡംലി സെലക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഫോക്കസ് നമുക്ക് മാറ്റി നിർത്താം. എന്നിട്ട് നമുക്ക് അങ്ങനെ കുറച്ച് പോയിൻറ്റ്സ് അത് ഇങ്ങനെ റാൻഡംലി, ഇപ്പോൾ ഒരു പോയിൻ്റ് ഇത്, ഒരു പോയിൻ്റ് ഇത്, ഒരു പോയിൻ്റ് ഇവിടെ, ഒരു പോയിൻ്റ് ഇവിടെ, ഒരു പോയിൻ്റ് ഇവിടെ, ഒരു പോയിൻ്റ്, ഇങ്ങനെ കുറച്ച് പോയിൻറ്റ്സ് ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെയും പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കാം. അപ്പോൾ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് വരയ്ക്കാൻ പറ്റും ചെറിയ ലൈൻസൊക്കെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈൻ നമ്മൾ ഇവിടെ പാരലാക്കി വയ്ക്കുക. ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഏകദേശം നമുക്കത് വരയ്ക്കാൻ പറ്റും, 2 സൈഡും ഓക്കെ അല്ലേ നോക്കിയിട്ട്. അപ്പോൾ അങ്ങനെ വരയ്ക്കുക. അപ്പോൾ അത് ഞാൻ 2 സൈഡിലേക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഓരോ പോയിൻറ്റിലും കേട്ടോ, ഞാനിപ്പോൾ മാർക്ക് ചെയ്ത ഓരോ പോയിൻറ്റിലും വരയ്ക്കുക. അപ്പോൾ അത് എവിടെ കട്ട് ചെയ്ത് പോകും, എൻ്റെ ഈ ഇൻക്ലൈൻ ലൈനെ കട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. കുറച്ച് വലിയ ലൈനാവും തോറും ശരിയാണുണ്ട്. അപ്പോൾ നമുക്കത് 90 ഡിഗ്രി വെച്ചിട്ട് തന്നെ വരയ്ക്കാം, അത് ശരിയാവുള്ളൂ. ഇത് 90, ഇത് 90, അങ്ങനെ ഓരോന്നിൻ്റെയും 90 ഡിഗ്രി വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ ലൈൻ കുറച്ച് ചെരിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം. അത് ഏകദേശം ഇവിടെ കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും ലൈൻസ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ജോയിൻ ചെയ്യാം. ഇവിടെ ജോയിൻ ചെയ്തു, ഇതിൽ ജോയിൻ ചെയ്തു. അത് താഴത്തേക്കും എക്സ്റ്റെൻഡ് ചെയ്തോട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. താഴത്തേക്കും നമ്മളത് എന്ന് പറഞ്ഞാൽ എലിപ്സിൻ്റെ ഫുൾ സ്ട്രക്ചർ കിട്ടണ്ടേ. നമ്മൾ ഇത്രയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ ഞാനിതിനെ ഇത് 1, അപ്പോൾ ഇതിനെ ഞാൻ 2, 3, 4, 5, 6, 7, 8, 9, 10, 11 അങ്ങനെ മാർക്ക് ചെയ്തു. നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നേരത്തെ 1 വരച്ചത് 1ൽ ഇവിടെ മുട്ടി. ആ സെയിം പോയിൻ്റ് എടുത്തു, ഞാൻ ഫോക്കസിൽ കുത്തിയിട്ട് ഇവിടെ മാർക്ക് ചെയ്തു. ഞാൻ എന്താ ചെയ്യുക, 2 എടുക്കുക, 2 എന്ന് പറയുന്ന ലൈൻ എടുക്കുക അല്ലേ. ഈ 2 എന്ന് പറയുന്ന ലൈൻ എടുത്തിട്ട് ആ ഹൈറ്റ് ഇൻക്ലൈൻ ലൈനിൽ എവിടെയാണോ കട്ട് ചെയ്യുന്ന ആ ലെങ്ത്ത് എടുക്കുക, ഫോക്കസിൽ കുത്തുക, ഈ ലൈനിൽ തന്നെ കട്ട് ചെയ്യുക. അപ്പോൾ അത് ഇവിടെയല്ലേ വന്നത്, ഇവിടെയായിട്ട് വരും. കഴിഞ്ഞാൽ എങ്ങനെയാണ്, 1 എന്ന് പറയുന്നത് കുത്തി, ഇൻക്ലൈൻ ലൈനിൽ കിട്ടിയ ലൈൻ മെഷർമെൻ്റ് എടുത്തു, ഫോക്കസിൽ കുത്തി, 1നെ തന്നെ ഞാൻ കട്ട് ചെയ്തു. 1നെ കട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ തന്നെ വരും, ശരിയല്ലേ. 1 എന്ന് ഫോക്കസിൽ കുത്തിയിട്ട് 1നെ കട്ട് ചെയ്യുമ്പോൾ അത് ഈ അടിയിൽ തന്നെ വരും. ഇനി സിമിലർലി ഞാൻ 2 എടുത്തപ്പോൾ രണ്ടാമത്തെ തന്നെ എനിക്ക് കട്ട് ചെയ്തത് ഇവിടെ വന്നു. 2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ഇൻക്ലൈൻ ഡിസ്റ്റൻസ് ഞാൻ
ഇൻക്ലൈൻ ലൈനിൽ കട്ട് ചെയ്യുന്ന ഭാഗത്ത് എടുത്തിട്ട് ഞാൻ വരച്ചു, ഫോക്കസിൽ കുത്തി കട്ട് ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ വന്നു. സിമിലർലി ഇനി ഞാൻ 3 എടുക്കുകയാണ്. 3 എടുത്തു, ഫോക്കസിൽ കുത്തി ഞാനതിന് 3 എടുത്തു, ഇൻക്ലൈൻ ലൈനിൽ കട്ട് ചെയ്യുന്ന ഭാഗത്ത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുത്തു, ഫോക്കസിൽ കുത്തി ഞാൻ കട്ട് ചെയ്തപ്പോൾ 3 കട്ട് ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ വന്നു. ഇനി ഞാൻ 4 എടുക്കാം. 4 എടുത്തു, ഈ ഡിസ്റ്റൻസ് ഇൻക്ലൈൻ ഡിസ്റ്റൻസ് എടുത്തു, ആ ഡിസ്റ്റൻസ് എടുത്ത് ഫോക്കസിൽ കുത്തി 4 കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് ഇനി നമ്മളൊരു കാര്യം വിട്ടുപോയി, അത് ഇവിടെയും ഓപ്പോസിറ്റ് സൈഡിലും വേണം. ഓക്കെ, അപ്പോൾ നമുക്കൊന്നുകൂടി ചെയ്യണം. 3 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എടുത്തു, ഇൻക്ലൈൻ ഡിസ്റ്റൻസ് എടുത്തു, ഇൻക്ലൈൻഡ് ആയിട്ടുള്ളിടത്തുള്ള ഇൻക്ലൈൻ ലൈനിൽ കട്ട് ചെയ്ത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുത്തു, ഫോക്കസിൽ കുത്തി ഇവിടെ കട്ട് ചെയ്തു, സിമിലർലി താഴെയും കട്ട് ചെയ്തു. ഇനി 2ൻ്റെ ഞാൻ ചെയ്തു, ഇൻക്ലൈൻ ലൈനിൽ ടച്ച് ചെയ്യുന്ന ഭാഗത്തെ ഇൻക്ലൈൻ ലൈനിൽ ടച്ച് ചെയ്യുന്ന ഭാഗത്ത് ചെരിച്ചുള്ള ഡിസ്റ്റൻസ് എടുത്തു, ഫോക്കസിൽ കുത്തി ഇവിടെ കട്ട് ചെയ്തു, ഇവിടെയും കട്ട് ചെയ്തു. അപ്പോൾ 2, 3, 4. ഇനി നമുക്ക് 5 നോക്കാം. 5ൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുത്തു, ഇൻക്ലൈൻ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുത്തു, ഫോക്കസിൽ കുത്തി 5 എന്ന് പറയുന്ന ലൈനിൽ തന്നെ കട്ട് ചെയ്തു. ഓക്കെ, ഇനി 6 എടുക്കുക. 6ൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇൻക്ലൈൻ ലൈനിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുത്തു, അത് ഞാൻ ഫോക്കസിൽ കുത്തി 6 എന്ന് പറയുന്ന ലൈനിൽ തന്നെ കട്ട് ചെയ്തു. ഇനി 7 എടുക്കാം. 7 പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുത്തു. ഓക്കെ, അത് ഞാൻ ഫോക്കസിൽ കുത്തി 7 തന്നെ കട്ട് ചെയ്തു. ഓക്കെ, ഇനി 8 എടുക്കുക. 8 എടുത്തു, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുത്തു, ഫോക്കസിൽ കുത്തി 8 തന്നെ കട്ട് ചെയ്തു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കാണാൻ ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞ് വന്നു തുടങ്ങി. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് പോകുന്നതോറും അത് കംപ്ലീറ്റ് ആവും. ഇനി 9 എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കുക. 9 എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കുക, ഫോക്കസിൽ കുത്തുക, 9 തന്നെ കട്ട് ചെയ്യുക. 10 എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അത് നമുക്ക് ഇത്തിരി കൂടി ഇൻക്ലൈൻഡ് ആയിട്ട് പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ 10 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇതിലെടുത്തു, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള എടുത്തു, അത് ഫോക്കസിൽ കുത്തി 10 തന്നെ കട്ട് ചെയ്തു. ഈ 11 നമ്മുടെ കോമ്പസിൽ കിട്ടുമോ? ഓക്കെ, 11 കിട്ടി. 11 എന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുത്തു, ഫോക്കസിൽ കുത്തി 11 തന്നെ കട്ട് ചെയ്തു. ഓക്കെ, ഇനി 12 വരുമോ? ഇനി എത്രയുണ്ട്? നമുക്ക് കുറച്ചും കൂടി കിട്ടില്ലേ? നോക്കി നോക്കാം. അപ്പോൾ കംപ്ലീറ്റ് ആവുമോ നോക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനിതിനെ ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. ഇത് ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. ഇതിൽ കുറച്ചും കൂടി പോയിൻറ്റ്സ് ഞാൻ മാർക്ക് ചെയ്തു. ഇവിടെ ഒരു പോയിൻ്റ്, ഇവിടെ ഒരു പോയിൻ്റ്, ഇവിടെ ഒരു പോയിൻ്റ്, ഇവിടെ ഒരു പോയിൻ്റ്. എന്നിട്ട് സിമിലർലി നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള അകലം പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം. 90 ഡിഗ്രി മാർക്ക് ചെയ്തു. ഇത് 90 ഡിഗ്രി, ഇതും 90 ഡിഗ്രി അങ്ങനെ മാർക്ക് ചെയ്തു. ഓക്കെ, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്യാം. ഞാൻ നീട്ടി വരച്ചിടുക. നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ 11 വരെ വരച്ചു അല്ലേ? ഇനി 12 കിട്ടുമോ നോക്കാം. 12 ഓക്കെ കിട്ടി. അപ്പോൾ ഫോക്കസിൽ കുത്തി 12 ഞാനിവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, 13 സിമിലർലി ഞാൻ ചെയ്തു. ഇത് 11, ഇത് 12, ഇത് 13, ഇത് 14. അപ്പോൾ ഏകദേശം നമുക്ക് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഓക്കെ, 13 13 തന്നെ ഞാൻ കട്ട് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ലൈൻ എന്ന് പറയുന്നത് ഇവിടെ എവിടെയായിട്ട് വരും. അപ്പോൾ ചിലപ്പോൾ 14 എന്ന് പറയുന്നത് കറക്റ്റായിട്ട് കിട്ടണം എന്നില്ല. ഇതിലിപ്പോൾ കോമ്പസ് വരെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ പോയിൻറ്റ്സുകൾ കിട്ടി. അപ്പോൾ നമുക്കെങ്ങനെ കിട്ടിയ 1ൻ്റെ പോയിൻ്റ് ഇവിടെ 1'. ഓക്കെ, അതായത്
ഇൻക്ലൈൻ ലൈനിൽ ഞാനത് മാർക്ക് ചെയ്തേനോ 1 ഡാഷ് 2 ഡാഷ് 3 ഡാഷ് 4 ഡാഷ് 5 ഡാഷ് 6 ഡാഷ് 7 ഡാഷ് 8 ഡാഷ് 9 ഡാഷ് 10 ഡാഷ് 11 ഡാഷ് 12 ഡാഷ് 13 ഡാഷ് 14 ഡാഷ് അത്രയും ഞാൻ മാർക്ക് ചെയ്തു. ഇനി എനിക്കിവിടെ ഈ റെസ്പെക്റ്റീവ് പോയിൻറ്റ്സ്, അതായത് ഇവിടുത്തെ നമ്മളുടെ എലിപ്സിൻ്റെ ആ ഒരു ഷേപ്പ്, ആ പോയിൻറ്റ്സുകൾ ഞാനിവിടെ നമ്മൾ വരച്ചത് ഞാനൊന്ന് ഡാർക്കൻ ചെയ്യുകയാണ് നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ പോയിൻറ്റ്സ് ഞാനിവിടെ ഡാർക്കൻ ചെയ്യാണ്. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ എസെൻട്രിസിറ്റി മെത്തേഡ് വെച്ചിട്ടുള്ളത് കംപ്ലീറ്റ് ആയി ഏകദേശം. നമ്മൾ പ്രൊസീജിയർ വെച്ച് വരച്ച് നോക്കുമ്പോൾ കിട്ടി. പിന്നെ ഇപ്പോൾ ഇതിലൊരു പ്രത്യേകത, നമ്മളുടെ കോമ്പസ് ചെറുതാണ്, അപ്പോൾ 14 പോയിൻ്റ് നമുക്ക് എടുക്കാൻ കറക്റ്റ് പറ്റിയില്ല. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻ ചെയ്തിട്ട് ഇവിടെ ആയിട്ട് വരണം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ വരയ്ക്കുക. അപ്പോൾ എലിപ്സ് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മുനപ്പിച്ച് വരയ്ക്കരുത്. എലിപ്സിൻ്റെ ഷേപ്പ് നമുക്കറിയാമല്ലോ. ഇനിയിപ്പോൾ ഇതിനെ ഒന്നും കൂടി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ ഞാനിവിടെ ജസ്റ്റ് ഒരു പോയിന്റ് മാർക്ക് ചെയ്യണ്ട. ഞാനിപ്പോൾ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഞാനെന്ത് ചെയ്തു, അതിൻ്റെ പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. ചെറുതായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റും കൂടി കിട്ടും. അപ്പോൾ ഇത് ഇവിടെ കട്ട് ചെയ്തു, ശരിയല്ലേ? ഇത് ഇവിടെ കട്ട് ചെയ്തു. ഞാൻ എന്ത് ചെയ്തു, നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുത്തു. അത് ഫോക്കസിൽ കുത്തി ഒന്നിൽ തന്നെ കട്ട് ചെയ്തു, ആ പോയിൻ്റ് തന്നെ, ആ വരയിൽ തന്നെ കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ആ ലൈനിനെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 1.1 ഇടാം. ഇത് 1.1. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 1.1 ഡാഷ്. ഓക്കെ, അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ വരയ്ക്കുമ്പോഴുള്ള ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് വരിക, ഇപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഫ്രീ ഹാൻഡായിട്ടൊന്ന് വരയ്ക്കുക. അപ്പോൾ ഏകദേശം നമ്മളൊരു ആ ഇലിപ്സിൻ്റെ ഷേപ്പിൽ തന്നെ വരയ്ക്കണം എന്ന് പറഞ്ഞാൽ ഒരു കർവിക്കൽ ഷേപ്പായിട്ട് തന്നെ വരയ്ക്കുക. താഴത്ത് വരയ്ക്കാം, എന്നിട്ട് ആ എഡ്ജ് നമുക്ക് ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് ആ വി എന്നുള്ള പോയിൻ്റ് ഒന്ന് മാറ്റി വരയ്ക്കാം. ഈ അടിയിലത്തെ പോയിൻ്റുകൾ മാർക്ക് ചെയ്തതിൽ ഒരു ചെറിയൊരു റെഗുലാരിറ്റി കാണുന്നുണ്ട്, കണ്ട? ഇവിടെ വരുമ്പോൾ ആ ഒരു ഇവിടെ ഒരു ഒന്ന് ബൾജ് ചെയ്ത് പോയി. അത് നമ്മൾ പോയിൻ്റ് എടുത്തതിൻ്റെ എന്തെങ്കിലും മിറേഴ്സ് വന്നതായിരിക്കും. ഓക്കെ, ഇത്രയും വന്നില്ലേ? ഈ ഒരു ഭാഗത്ത് ഒരു ബെൻഡ് പോലെ വന്നു. അത് കുഴപ്പമില്ല, നമുക്കത് ജസ്റ്റ് ഇവിടെ നിന്ന് എങ്ങനെയാണ്ട് കൂട്ടിമുട്ടിച്ച് വരയ്ക്കാം. ഇപ്പോൾ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പോയിൻ്റ് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് വെച്ച് ഞാൻ ഒരു പോയിൻറ്റും കൂടി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി കറക്റ്റ് ഷേപ്പ് കിട്ടും. അത് കോമ്പസിൽ കിട്ടുമോ എന്നുള്ളതൊന്ന് നോക്കണം ആദ്യം. ഞാനിവിടെ കുത്താണെന്നുണ്ടെങ്കിൽ അത് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഞാനെന്ത് ചെയ്തു, ഞാനിവിടെ ഒരു പോയിൻ്റ് വരച്ചു. നമുക്ക് ഇവിടെ തന്നെ വരയ്ക്കാം, അതെവിടെ കിട്ടാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്, ഈ പോയിൻറ്റിൻ്റെ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് ഏകദേശം ഇത്. ഓക്കെ, ചെയ്തു, ഞാനിതിലെ വരച്ചു. അപ്പോൾ ഈ പോയിൻ്റ്, അപ്പോൾ നമുക്കതിനെ 13.1 അങ്ങനെ എഴുതാം. 13.1 ഈ പോയിൻ്റ് കേട്ടോ, 13.1 എഴുതി. അപ്പോൾ അത് പെർപെൻഡിക്കുലറായിട്ട് ഇൻക്ലൈൻ ലൈനിൽ ടച്ച് ചെയ്യുന്നത് ഡിസ്റ്റൻസ് ഞാൻ എടുത്തു. ഇത് ഏകദേശം ഇത് ഓക്കെ കിട്ടി. ഫോക്കസിൽ കുത്തിയിട്ട്
അതിനെ തന്നെ കട്ട് ചെയ്തു. അപ്പോൾ ഏകദേശം ഇത് തന്നെ കറക്റ്റ് ആ പോയിൻ്റ് വന്നു. അപ്പോൾ വരച്ചത് കുഴപ്പമില്ല. അപ്പോൾ ആ ഷേപ്പ് ഒന്ന് റെഗുലർ ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് പോയിൻ്റ് കിട്ടിയില്ലേ, അത് തന്നെയാണ് കറക്റ്റ് പോയിൻ്റ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫ്രീ ഹാൻഡായിട്ട് വരച്ചതാണ്. അപ്പോൾ നമ്മളുടെ എലിപ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ജസ്റ്റ് ഇതിനൊന്ന് ഡാർക്കൻ ചെയ്യാം നല്ലപോലെ. മീൻസ് നമ്മൾ ആദ്യം ഫ്രീ ഹാൻഡായിട്ട് വരച്ച് കിട്ടിയ ഷേപ്പിനെ കംപ്ലീറ്റ് ചെയ്യാം. ഈ ഒരു ഭാഗത്ത് ഒരു ഇറഗുലാരിറ്റി ഉണ്ട്. അപ്പോൾ അത് ഇനി നമ്മൾ ശരിക്കും എക്സാമിന് വരയ്ക്കുമ്പോൾ അങ്ങനെ ഒരു ഇറഗുലാരിറ്റി കാണുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്യുക, എന്നിട്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആ ഷേപ്പാണ്ട് കറക്റ്റ് ചെയ്ത് വരയ്ക്കുക. നമ്മൾ വരച്ചത് ഇപ്പോൾ ഞാനിപ്പോൾ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ലൈൻ എങ്ങനെ പോകും, ഇങ്ങനെ പോകും, ശരിയല്ലേ? ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് എലിപ്സ് ആവും. ഇപ്പോൾ ഞാനത് വരയ്ക്കണില്ല, എനിക്ക് കിട്ടിയ ഷേപ്പിൽ തന്നെ ഞാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ എക്സാമിന് വരയ്ക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മളത് മാറ്റി വരയ്ക്കുക. ഓക്കെ, അതാണ് കറക്റ്റ് ഷേപ്പ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ പോവും, അങ്ങനെ പോവും. അതിപ്പോൾ നമ്മൾ ആ എടുത്ത സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഒന്നുകൂടെ നോക്കി നോക്കാം എന്താ ഉണ്ടായി എന്നുള്ളത്. ഇപ്പോൾ ഈ പോയിൻ്റ് അല്ലേ, ഈ ഡിസ്റ്റൻസ് ആയിരുന്നു 10ൻ്റെ ഡിസ്റ്റൻസ് എടുത്തു, ഫോക്കസിൽ കുത്തി 10 ഇവിടെ തന്നെ ഒരു ചെറിയൊരു വ്യത്യാസം, കുറച്ചൊരു ഇതുണ്ട്, ഒന്ന് താഴ്ത്തിക്ക് ഇറങ്ങി വന്നു, ഇതിലേ പോയി. അപ്പോൾ രണ്ടും എടുത്തേലേ നമ്മൾ കോമ്പസ് എടുത്തതിൽ പ്രശ്നം വന്നിട്ടുണ്ടാകും. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്റ്റ് ഫില്ല് ചെയ്താൽ മതി. കറക്റ്റ് വരേണ്ടത് ഇങ്ങനെയാണ്, നമുക്ക് വരയ്ക്കുമ്പോൾ മനസ്സിലാവില്ലേ. അപ്പോൾ നമ്മൾ എക്സാമിന് വരയ്ക്കുമ്പോൾ ആ ഒരു രീതിയിൽ വരച്ചാൽ മതി. അപ്പോൾ ഇതാണ് ഇത് നമ്മളുടെ ഏത് വി. ഓക്കെ, ഇത് നമ്മളുടെ ഡയറക്ട്രിക്സ്. ഓക്കെ, ഇത് നമ്മുടെ ഫോക്കസ്, ഈ പോയിൻ്റ്, ഇത് വി. ഈ പോയിൻ്റാണ് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മളെന്താ നേരത്തെ പറഞ്ഞത്, ഡിസ്റ്റൻസ് ഓഫ് ദ പോയിൻ്റ് ഫ്രം ദ ഫോക്കസ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിൻ്റ് ഫ്രം ദ ഡയറക്ട്രിക്സ്. അത് ഓരോ ഇതിലും വരുമ്പോഴും 2/3 എന്നുള്ള റേഷ്യോയിലായിരിക്കും. ആ 2/3 നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ എലിപ്സ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഒന്ന് വരയ്ക്കുക. ഇനി ഇതിൻ്റെ കുറച്ച് മെത്തേഡ്സുകളുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസെൻട്രിസിറ്റി തരുന്നതിനനുസരിച്ച് ഈ ഇൻക്ലിനേഷൻ അങ്ങനെ വരയ്ക്കുന്നുള്ളതിൻ്റെ കുറച്ച് ഇതുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് ഇതിൽ പറഞ്ഞുതരാം. ഇന്നിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കംപ്ലീറ്റ് ചെയ്യുക. ഈ ഫിഗർ കംപ്ലീറ്റ് ചെയ്തിട്ട് എസെൻട്രിസിറ്റി മെത്തേഡിലുള്ളത് കംപ്ലീറ്റ് ചെയ്ത് വരയ്ക്കുക. ഓക്കെ.